ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ ആ ഒരു ഫേവറേറ്റ് പേഴ്സൺ, മേ ബി അത് നിങ്ങളുടെ ലവർ ആകാം, ഫ്രണ്ട് ആകാം, ചിലപ്പോൾ എന്നെ പോലുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആകാം. യെസ്, ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വരത്തില്ല. ബട്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ 2 സെറ്റിംഗ്സ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പ്രിയപ്പെട്ട വ്യക്തിയുടെ ഒരു പോസ്റ്റും ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മിസ്സാകില്ല. ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുകൾ എല്ലാ ദിവസവും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്കിഫൈറ്റ്സ് എന്ന് പറഞ്ഞ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഒന്നാമതായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു ഫേവറേറ്റ് പേഴ്സണിന്റെ റീൽസ് കാണുന്ന സമയത്ത് മുകളിൽ കാണുന്ന ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾ ഇനി എപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്താലും ടോപ്പിൽ നമ്മൾ സാധാരണ മെസ്സേജുകൾ പിൻ ചെയ്ത് വെച്ചേക്കുന്ന പോലെ നിങ്ങളിപ്പോൾ ആഡ് ടു ഫേവറേറ്റ് കൊടുത്തിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ പോസ്റ്റുകളായിരിക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ ഏറ്റവും ടോപ്പിൽ വന്ന് കിടക്കുന്നത്. പുതിയ പോസ്റ്റുകളെല്ലാം തന്നെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് വേണ്ട ആളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ യൂട്യൂബിൽ കാണുന്ന പോലെ തന്നെ ഒരു ബെൽ ഐക്കൺ അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ്, സ്റ്റോറീസ്, റീൽസ് ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അവരെപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോസ്റ്റുകളോ റീൽസുകളോ ഒക്കെ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. സോ ഈ ഒരു 2 സെറ്റിംഗ്സ് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം നിങ്ങളുടെ കുടുംബ കലഹമൊക്കെ ഒഴിവാക്കാൻ പറ്റും. യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട.